പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, വണക്കമാസത്തിൻ്റെ 30-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഔസേപ്പിതാവ് വഴി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം വഴി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക. നീതിമാന്മാർ സഹായത്തിന് വിളിക്കുമ്പോൾ ദൈവം അവിടുന്ന് കേട്ട് അവരെ സകല കഷ്ടതകളിൽ നിന്ന് അവിടുന്ന് മോചിപ്പിക്കുന്നെന്ന് സങ്കീർത്തകൻ അവിടുന്ന് 34-17 തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തിയാണ്. സങ്കീർത്തനം 34-17 പറയാണ്, നീതിമാൻ വിളിക്കുമ്പോൾ ദൈവം കേൾക്കുന്നു, അവൻ്റെ കഷ്ടതകൾ മുഴുവനും കർത്താവ് വിടുവിക്കുന്നു. ആമേൻ. നീതിമാൻ ആരാണ്? ദൈവത്തെ പ്രസാദിപ്പിക്കുക, തൻ്റെ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിറവേറ്റുന്നവരെല്ലാം നീതിമാന്മാരാണ്. നീതിമാന്മാരെ കർത്താവ്, നീതിമാന്മാർ വിളിക്കുമ്പോൾ ദൈവം വിളി കേൾക്കുന്നു, അവരെ കഷ്ടതകളിൽ നിന്ന് മോചിപ്പിക്കുന്നു. ഞാൻ നീതിമാനാണോ? നീതിയോടാണോ ജീവിക്കുന്നത്? ഞാൻ വിളിച്ചാൽ ദൈവം എൻ്റെ കഷ്ടതകളിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട മാസമാണ്, ദിവസമാണ്. എപ്പോഴും നമുക്ക് ഈ ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. ഞാൻ നീതിമാനാണോ? എൻ്റെ വാക്കുകൾ ദൈവം കേട്ട് എനിക്ക് ഉത്തരമരുളി എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ നീതിയോട് ജീവിച്ച് ദൈവം ഞാൻ പറയുന്നത് കേട്ട് എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.